ഓമിയുടെ പിറന്നാൾ ആഘോഷമാക്കി കൃഷ്ണകുമാറും കുടുംബവും ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും മകൻ നിയോം അശ്വിൻ, അതായത് കൃഷ്ണയുടെ ഓമി, 1ാം ജന്മദിനം ഗംഭീരമായി ആഘോഷിച്ച് കൃഷ്ണകുമാറും മക്കളും. നടനും രാഷ്ട്രീയ നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള വിശേഷങ്ങളെല്ലാം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാകാറുണ്ട്. ഇപ്പോഴത്തെ കൃഷ്ണകുമാറിൻ്റെ 2ാമത്തെ മക്കളായ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും മകൻ നിയോം അശ്വിൻ കൃഷ്ണയുടെ 1ാം ജന്മദിനം ഗംഭീരമായി ആഘോഷിച്ച വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട കുഞ്ഞു ഓമിയുടെ ആദ്യ പിറന്നാൾ കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് അവിസ്മരണീയമാക്കി. ഈ മനോഹരമായ ജന്മദിന ആഘോഷങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ ദിയ കൃഷ്ണ തന്നെയാണ് ഈ സുന്ദര നിമിഷങ്ങൾ ആരാധകർക്കായി ആദ്യം പങ്കുവച്ചത്. തുടർന്ന് കൃഷ്ണകുമാറും മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണയുമെല്ലാം ജന്മദിന ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകരിലേക്ക് എത്തിക്കുകയായിരുന്നു. നമുക്ക് കാണാം ചിത്രങ്ങളിൽ കൃഷ്ണകുമാറിനൊപ്പം ഭാര്യ സിന്ധു കൃഷ്ണ, മക്കളായ അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവരെയും മരുമകൻ അശ്വിനെയും കാണാം. പക്ഷേ അശ്വിൻ്റെ കുടുംബത്തെ അച്ഛനും അമ്മയും മറ്റുള്ളവരോ ഇതിൽ കാണാനില്ല. അത് ചർച്ചകൾക്ക് ഏറെ വഴിതെളിച്ചിരുന്നു. കൂട്ടത്തിൽ അഹാന കൃഷ്ണ അല്ലെങ്കിൽ ദിയ കൃഷ്ണയുടെ അപ്പച്ചിയെയും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചിയോട് അവിടെ ഇരിക്കൂ അപ്പച്ചി, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കൂ അപ്പച്ചി എന്ന് അഹാന കൃഷ്ണ പറഞ്ഞത് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഹാന കൃഷ്ണയും അമ്മൂമ്മ, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് അഹാന കൃഷ്ണ എന്ന അമ്മു എന്നെ തല്ലാൻ വരെ വന്നു എന്നാണ് സിന്ധു കൃഷ്ണയുടെ അമ്മ പരാതി നൽകിയത്. അതുപോലെ തന്നെ അഹാനയുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം തനിക്കെതിരായിരുന്നു, തന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെയാണ് സിന്ധു കൃഷ്ണയുടെ അമ്മ പറഞ്ഞ് പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു കൃഷ്ണ തന്നെ ഒരു പ്രതികരണവുമായി പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അമ്മുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇതിന് എതിരെയായിട്ട്, അതുപോലെ തന്നെ അഹാനയ്ക്കെതിരെയായിട്ട് അവളുടെ ഒരു കസിൻ കൂടെ പിന്നെ വാർത്തകളുമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെന്ന്. അവർക്ക് ഏണിയാണ് ഇഷ്ടം, അഹാനയെ ഇഷ്ടമല്ലെന്നുമായിരുന്നു അവരുടെ വാക്കുകൾ, തൻസുവിൻ്റെ വാക്കുകൾ. ഇപ്പോൾ അഹാന കൃഷ്ണ അമ്മൂമ്മയ്ക്കെതിരെയുള്ള ആ വാർത്ത കുറച്ച് ചൂടാറും മുമ്പ് തന്നെയാണ് ഇപ്പോൾ അപ്പച്ചിയോട്, അതായത് കൃഷ്ണകുമാറിൻ്റെ പെങ്ങളോട്, സിന്ധു കൃഷ്ണയുടെ ആരുമല്ല, പക്ഷേ അഹാന പറഞ്ഞ എനിക്ക് ആകെ ഒരു അമ്മൂമ്മയേ ഉള്ളൂ, അതെൻ്റെ സ്വന്തം അപ്പച്ചിയാണ്. ആ അപ്പച്ചിയോടാണ് പിറന്നാൾ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് അഹാന പറഞ്ഞത്, അപ്പച്ചി അവിടെ ചെന്നിരിക്കൂ എന്നിങ്ങനെ പറഞ്ഞത്. പക്ഷേ അവർക്ക് ഇത്രയും വലിയ ക്യാഷുകാരായിട്ട് ഒരു നല്ല ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ വാങ്ങിച്ചു കൊടുക്കാതില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പക്ഷേ എന്തിരുന്നാലും അത് സ്വന്തം കൃഷ്ണകുമാറിൻ്റെ സ്വന്തം പെങ്ങളാണ്. പക്ഷേ അഹാന എന്തുകൊണ്ട് അവരെ ഒഴിവാക്കി ആഘോഷത്തിൽ നിന്ന്? കൂട്ടത്തിൽ അതുപോലെ അശ്വിൻ ഗണേഷിൻ്റെ കുടുംബത്തെയും അശ്വിൻ്റെ അമ്മയോ അച്ഛനോ സഹോദരനോ ഒന്നും ആഘോഷത്തിൽ കാണാനില്ല. സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ ഒരു അച്ഛനെ പോലെ ഓമി എടുത്താണ് ചടങ്ങുകളൊക്കെ നടത്തുന്നത്, കേക്ക് മുറിക്കുന്നതും മറ്റും. അശ്വിൻ ഗണേഷ് പിന്നെയും അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താകുമോ? അതായത് അങ്ങനെയാണ് അവരുടെ പ്രതികരണം വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. തനിക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു പരുവത്തിലാണ് അശ്വിൻ ഗണേശൻ കേക്ക് മുറിക്കാൻ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏതായാലും കുഞ്ഞു ഓമിയുടെ നിയോം അശ്വിൻ കൃഷ്ണയുടെ വീഡിയോയും ഫോട്ടോസും വൈറലായിട്ടുണ്ട്. ഏതായാലും നിയോമിനെ, അതായത് നമ്മുടെ സ്വന്തം ഓമിക്ക് ഒരു സർപ്രൈസായിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തിയെന്നാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയേണ്ടത്, നിയോം ഓം കൃഷ്ണയ്ക്ക്, അതായത് നമ്മുടെ ഓമിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ, വൈകിയാണെങ്കിൽ പിറന്നാൾ ആശംസകൾ നേരാം. കൂട്ടത്തിൽ അഹാനയുടെ അപ്പച്ചിയും ഒന്ന് അങ്ങോട്ട് മാർച്ച് നിൽക്കും എന്നുള്ള ഭാഗം ദിയ കൃഷ്ണ ഇതിനകം തന്നെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഇനിയും സ്വന്തം ചേച്ചിയെ സോഷ്യൽ മീഡിയക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണ്ട എന്ന് ദിയ കൃഷ്ണ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോയ്ക്ക്, ഈ ആഘോഷത്തിന് നിങ്ങളുടെ കമൻസ് എന്താണ്? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്